തെരുവിലേക്ക് സ്വാഗതം. 2006 മുംബൈ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട 11 പേർ നിരപരാധികളാണെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. സന്തോഷമുള്ള വിധിയാണ്. ആ വിധിയെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഇന്ന് തെരുവിൽ. ആ വാർത്ത വായിക്കുമ്പോഴും അതിനെക്കുറിച്ചുള്ള അവലോകനങ്ങൾ കേൾക്കുമ്പോഴും വല്ലാത്തൊരു പേടി തോന്നുന്നുണ്ട്. ഞാനായിരുന്നു ആ കേസിലകപ്പെട്ടിരിക്കുന്നത് എങ്കിൽ എന്തായിരിക്കും എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്നുള്ളതാണ്. ഒരു ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ നാം നിരപരാധിയായിക്കൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുക, അതിൻ്റെ പേരിൽ നാം ശാരീരികമായി പീഡിപ്പിക്കപ്പെടുന്നു, ചെയ്യാത്ത കുറ്റം ഏറ്റുപറയാൻ വേണ്ടി അതിസമ്മർദ്ദമുണ്ടാവുകയും അതിക്രൂരമായിട്ടുള്ള പീഡനത്തിൻ്റെ ഭാഗമായി നമ്മളത് പറയേണ്ടി വരുന്നു, അതെ ഞാൻ ചെയ്തു എന്ന്. ഏറ്റവും അവസാനം തെളിവുകളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതില്ലാതെ കോടതിയിൽ നിന്ന് കുറ്റവിമുക്തമാക്കപ്പെടുക, അതിന് 10-18 വർഷമെടുക്കുക. ഒരു മനുഷ്യൻ്റെ സ്വപ്നങ്ങളും ഒരു മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും എല്ലാം നശിച്ച് പണ്ടാരമടങ്ങിയതിന് ശേഷം നാം മോചിക്കപ്പെടുമ്പോൾ ആ വിധിയിലൊരു സന്തോഷമുണ്ട്. പക്ഷേ ആ ചതിയുടെ വേദന ചെറുതല്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു സ്ഫോടന കേസിൽ ഒരു മനുഷ്യൻ അകപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ നാം എന്തു ചെയ്യും? നമ്മൾ സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കും. അദ്ദേഹത്തെ നമ്മൾ തീവ്രവാദി എന്ന് വിളിക്കും, രാജ്യദ്രോഹി എന്ന് വിളിക്കും. ആ കുടുംബം അതിൻ്റെയൊക്കെ വേദന താങ്ങേണ്ടി വരും. അവരുടെ മക്കളുടെ പഠനം, നല്ല ജീവിതം എല്ലാം നശിച്ചു പോകും. ആ കുടുംബം ദാരിദ്ര്യത്തിലകപ്പെടും. ഇനി നിരപരാധിയാണെന്ന് തെളിയിക്കണമെങ്കിൽ കേസുകൾ നടത്താനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു സാമ്പത്തിക ശേഷിയുള്ള കുടുംബമാണെങ്കിൽ കേസുകൾ നടത്തി നിരപരാധിയാണെന്ന് തെളിയിക്കുന്നതിന് മുമ്പേ സാമ്പത്തികമായിട്ട് പൂർണ്ണമായിട്ടും തകർക്കപ്പെടും. ഒരു കുടുംബനാഥനാണ് ഇങ്ങനെ ഒരു കേസിൽ പെടുന്നതെങ്കിൽ പിന്നീട് ആ കുടുംബം എന്ത്, ആ കുടുംബത്തിനെന്ത് വരുമാനം, എല്ലാം നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടും. അതുകൊണ്ട് തന്നെ അവരുടെ വേദന മോചിക്കപ്പെടുമ്പോൾ ഉള്ള സന്തോഷത്തേക്കാൾ എത്രയോ വലുതാണ് അവർ വഞ്ചിക്കപ്പെട്ട വേദന എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. ഇതൊരു നീതിയാണെന്ന് തോന്നുന്നില്ല. ഇതൊരു അനീതിയുടെ മറയിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളാണ്. ഇനി 2 പേരും കൂടിയുണ്ട് ഇതിൻ്റെ പിന്നിൽ. ഒന്ന് ഇത് ചെയ്തവർ, രണ്ടാമത്തത് ഈ ബോംബ് സ്ഫോടനത്തിൽ മരണപ്പെട്ട മനുഷ്യരുടെ കുടുംബങ്ങൾ. മുംബൈ സ്ഫോടനത്തിൽ 100 മനുഷ്യരാണ് മരിച്ചിരിക്കുന്നത്. അവർക്കാരും നീതി നൽകും? ഈ ചെയ്തവർ എങ്ങനെ ശിക്ഷിക്കപ്പെടും? ഈ ബോംബ് സ്ഫോടനം നടത്തിയ മനുഷ്യർ അവർ കുറ്റവാളികളല്ലേ? അവർ വീണ്ടും സ്ഫോടനങ്ങൾ നടത്താൻ വേണ്ടി സമൂഹത്തിൽ വിഹരിക്കുന്നുണ്ടാവില്ലേ? എന്നാൽ ഈ സംഭവത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന മറ്റൊരു മനുഷ്യനുണ്ട്, ഷാഹിദ് ആസ്മി. അദ്ദേഹം തൻ്റെ 15ാമത്തെ വയസ്സിൽ ജയിലിലകപ്പെടുകയായിരുന്നു, കുട്ടിയായിരിക്കുന്ന സമയത്ത്. 1992 ശേഷമുള്ള ബാബരി ധ്വംസനത്തിന് ശേഷമുള്ള കലാപത്തിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് 93 അദ്ദേഹം പോലീസ് വലയത്തിലാവുന്നത്. 6 വർഷക്കാലം അദ്ദേഹം ജയിലിൽ കഴിയുന്നു. ആ സമയങ്ങളിൽ ജയിലിലുള്ള മനുഷ്യരുമായിട്ട് സഹവസിക്കുകയും അവരിൽ ഭൂരിപക്ഷവും ഇങ്ങനെ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിലാണ് ശിക്ഷിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്ത ആസ്മി ഒരു ദൃഢനിശ്ചയം എടുക്കുകയാണ്. എനിക്ക് ഇത്തരം ആൾക്കാർക്ക് വേണ്ടി ജീവിക്കണമെന്ന്. ഇങ്ങനെ
കോടതിയിൽ പോയി നിരപരാധിത്വം തെളിയിക്കാൻ ശേഷിയില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി ജീവിക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അദ്ദേഹം ബിരുദ പഠനവും നിയമ പഠനവും പൂർത്തിയാക്കി മോചിക്കപ്പെട്ടതിന് ശേഷം, ജയിൽ മോചിതനായ ശേഷം അദ്ദേഹം ഈ സമൂഹത്തിന് വേണ്ടി വാദിക്കാൻ രംഗപ്രവേശനം ചെയ്യുകയാണ്. ഈ 2006 സംഭവിച്ചിട്ടുള്ള ട്രെയിൻ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുന്നത്. വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിൽ ഇത്തരം നിരപരാധികൾക്കും വേണ്ടി മാത്രമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം പലർക്കും പ്രചോദിതമായിട്ടുണ്ട്. പലരും ആ വഴികളിൽ വന്നിട്ടുണ്ട്. പക്ഷേ 32ാമത്തെ വയസ്സിൽ തൻ്റെ യുവപ്രായത്തിൽ അദ്ദേഹം വെടിയേറ്റ് മരിക്കുകയായിരുന്നു. അതും 2006 മുംബൈ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരപരാധികളെ മോചിപ്പിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് രക്തസാക്ഷിയാവുന്നത്. ഇങ്ങനെ ദുരൂഹമായ ഒരു ലോകക്രമത്തിൽ എത്രയെത്ര മനുഷ്യരുടെ ജീവിതങ്ങളാണ് ആരോ ചെയ്ത കുറ്റത്തിൻ്റെ പേരിൽ ബലിയാടാക്കപ്പെടുന്നത്. ഇനിയും ഇങ്ങനെ സംഭവിക്കില്ല എന്നെന്താണ് ഉറപ്പ്? ഇപ്പോൾ ജയിലിൽ കഴിയുന്ന പകുതിയിലധികം പേരും വിചാരണ തടവുകാരാണെന്ന് കേൾക്കുമ്പോൾ, അതും ന്യൂനപക്ഷ അധസ്ഥിത ദളിത് വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് അറിയുമ്പോൾ വേദനിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടാവാം, പക്ഷേ കിട്ടാതെ പോയ ജനത ഈ സമൂഹത്തിലുണ്ട് എന്നാണ് ഇതിൻ്റെയൊക്കെയും തന്നെ അർത്ഥം. അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ മാത്രമാണ് ഇന്ത്യ പൂർണ്ണമായിട്ടും സ്വതന്ത്ര രാജ്യമാകുന്നത്. അതിനുവേണ്ടിയാണ് സമൂഹം കൈകോർത്ത് പിടിച്ച് പ്രവർത്തിക്കേണ്ടത്. മനുഷ്യരെ മനുഷ്യരായി കാണുക, അവരുടെ വേദനകളെ നമ്മുടെ വേദനകളാക്കി മാറ്റുക. നല്ലൊരു ഇന്ത്യ ഭാവിയിലുണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുക. ഗോവിന്ദച്ചാമി ജയിൽ ചാടി. ഒരു പാവൺ പെൺകുട്ടിയെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ വെച്ച് ബലാത്കാരമായി പിടിച്ച് കൊല ചെയ്ത യഥാർത്ഥ പ്രതി. 18 വർഷം താനെന്തിന് ജയിലിൽ കിടന്നു എന്നറിയാത്ത നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ വിചാരണ തടവുകാരായി കാലങ്ങളോളം 18 വർഷത്തോളം ജയിലിൽ പാർപ്പിച്ചതിന് ശേഷം അവർ നിരപരാധികളാണെന്ന് ഇന്നലെ കോടതി വിധി. നാടകമേ ഉലകം.